ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇടാൻ വീഡിയോ ഞാനിപ്പോൾ വാങ്ങിയ വേൾപൂളിൻ്റെ ഫ്രിഡ്ജിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ഇത് നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്ന് 17,900 രൂപയ്ക്കാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ഫ്രിഡ്ജ് 5 സ്റ്റാറാണ്. 190 ലിറ്ററാണ്, 192 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. 131 യൂണിറ്റാണ് ഇതിൻ്റെ പവർ കൺസപ്ഷൻ എടുക്കുന്നത്. ഇതിൻ്റെ അൺബോക്സിങ്ങും പിന്നെ അതിന് ശേഷം അത് ഇൻവെർട്ടറിൽ കണക്ട് കൊടുക്കുന്ന വീഡിയോ, അതുപോലെ ഇതിൻ്റെ ഒരു ദിവസം എത്ര യൂണിറ്റ് എടുക്കുന്നു എന്നുള്ള അതിനെ പറ്റിയുള്ള വിശദമായ വീഡിയോ ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം. മറ്റുള്ള സാധാരണ ഫ്രിഡ്ജ് പോലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിനകത്ത് ഞാൻ എനർജി മീറ്റർ കൊടുത്തപ്പോൾ എനിക്ക് 375 വാട്ട്സാണ് 23 അവേഴ്സിൽ കിട്ടിയത്. ഏകദേശം 24 മണിക്കൂറിൽ നമുക്ക് 380 വാട്ട്സ് നമുക്ക് കണക്ക് കൂട്ടാം. 0.38 യൂണിറ്റ് ഇവിടെ 365 ദിവസം നമ്മൾ ഓടിക്കുകയാണെങ്കിൽ 139 യൂണിറ്റ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു വർഷം നമുക്ക് 139 യൂണിറ്റ് ആണ് ചിലവാകുന്നത്. അപ്പോൾ നമുക്ക് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ദിവസം ഒരു 2 രൂപ മാത്രമാണ് നമുക്ക് ചിലവ് വരുന്നത്. ഈ ഒരു ഫ്രിഡ്ജിന് നമുക്ക് പവർ കൺസപ്ഷൻ 2 രൂപയുടെ കറണ്ടാണ് ഒരു ദിവസം എടുക്കുന്നത്. നല്ല ഒരു ഫ്രിഡ്ജാണ്. വേൾപൂളിൻ്റെ ഈ ഫ്രിഡ്ജ് ഹൈക്കൺ ഹാലോ എന്ന ഈ ഇൻവെർട്ടറിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം, വർക്കാവുമോ എന്ന്. ഇത് 1200 രൂപ കപ്പാസിറ്റിയുള്ള ഹൈക്കണിൻ്റെ ഹാലോ UPS എന്ന ഇൻവെർട്ടറാണ്. ഇതിനകത്ത് ലിഥിയം ബാറ്ററി ഉണ്ട്, അതുകൊണ്ട് ചെറിയ ഇൻവെർട്ടറാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഫ്രിഡ്ജിൻ്റെ ഈ കേബിള് നമുക്ക് ഊരിയിട്ടുണ്ട്. ഇൻവെർട്ടറിലേക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം. കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് വർക്കാവുന്നുണ്ടോ നോക്കാം. ഒരു പ്രശ്നമില്ലാതെ, മറ്റൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഫ്രിഡ്ജ് വർക്കാവുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ഇതിനകത്ത് ലോഡ് എടുക്കുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേ അറിയാൻ പറ്റും. ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. പഴയകാലത്തെ ഫ്രിഡ്ജുകൾ, അതായത് ഏകദേശം 10 വർഷം 7-8 വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള ഫ്രിഡ്ജുകളൊന്നും വർക്കാവത്തില്ല. കാര്യം ഇത് ഇൻവെർട്ടർ ഫ്രിഡ്ജാണ്. ഇൻവെർട്ടർ ഫ്രിഡ്ജ് ആയതുകൊണ്ട് നമുക്ക് ഇൻവെർട്ടറിൽ കൊടുക്കാം. സ്റ്റാർട്ടിംഗ് കറണ്ട് വളരെ ലോ ആയിരിക്കും, അതുകൊണ്ട് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഏത് ഇൻവെർട്ടറിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. നോക്കാം, ഡിസ്പ്ലേ നോക്കാം അതിനകത്ത് എത്രയാണ് കാണിക്കുന്നതെന്ന്. ഇൻവെർട്ടർ വോൾട്ടേജ് 219 വോൾട്ട്, 50 ഹെർട്സ്. ലോഡ് കൊണ്ട് വളരെ നെഗ്ലിജിബിൾ ആണ്, വളരെ തുച്ഛമാണ്, ലോഡ് കാണിക്കുന്നേ ഇല്ല. ഇൻവെർട്ടർ ടൈപ്പ് ഫ്രിഡ്ജുകൾ, അതായത് തുച്ഛമായ ഏകദേശം വളരെ കുറച്ച് സ്റ്റാർട്ടിങ് കറണ്ടും ഒക്കെ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇൻവെർട്ടർ ടൈപ്പ് ഫ്രിഡ്ജ് ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ഇൻവെർട്ടറിൽ കൊടുക്കുവാൻ സാധിക്കും.
ഏകദേശം ഒരു ഫാനിന്റെ പവർ മാത്രമേ ഈ ഒരു വേർപൂളിന്റെ ഫ്രിഡ്ജ് എടുക്കത്തുള്ളൂ. അതുപോലെ നമുക്ക് ഇതിന്റെ എനർജി റേറ്റിംഗ് നോക്കുക. ഇതിനേക്കാൾ എനർജി റേറ്റിംഗ് കുറഞ്ഞുള്ള ഫ്രിഡ്ജുകളൊക്കെ ഉണ്ട്. 131 വാട്ട്സ് മാത്രമാണ് ഒരു വർഷത്തിലെടുക്കുന്നത്, യൂണിറ്റ് പെർ ഇയർ. ഓക്കെ ഫ്രണ്ട്സ്, എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ക്ഷമയോട് കൂടി എൻ്റെ വീഡിയോ വായിച്ചതിന് നന്ദി. താങ്ക് യു.